ഹലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് കെ ടപ്പിൾ കളറിംഗ് ആണ്. നമ്മൾ എന്താണ് ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാഫ് കളറിംഗ് എന്തായിരുന്നു? സിംപ്ലി ഗ്രാഫ് കളറിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് അഡ്ജസൻറ്റ് വേർട്ടിസസിന് സെയിം കളർ വരാതെ ഗ്രാഫിലെ വേർട്ടിസസിനൊക്കെ കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഗ്രാഫ് കളർ ചെയ്യാൻ മിനിമം വേണ്ട നമ്പർ ഓഫ് കളേഴ്സാണ് നമ്മൾ ക്രൊമാറ്റിക് നമ്പറായിട്ട് ഡിനോട്ട് ചെയ്തത്, കൈ ഓഫ് ജി ആയിട്ട് ഡിനോട്ട് ചെയ്തത്. ഇനി ഇതേപോലെ തന്നെയാണ് കെ ടപ്പിൾ കളറിംഗ്. ഇവിടെ എന്തേ ഡിഫറൻസ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടീഷനൊക്കെ അത് തന്നെ, അതായത് അഡ്ജസൻറ്റ് വേർട്ടീസസിന് സെയിം കളർ വരാതെ ഓരോ വേർട്ടെക്സിനും ഒരു സെറ്റ് ഓഫ് കെ കളേഴ്സാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഗ്രാഫ് കളറിങ്ങിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വെർട്ടെക്സിന് ഒരു കളർ എന്ന് പറഞ്ഞു. ഇനി കെ ടപ്പിൾ കളറിങ്ങിൽ എന്താണ്? ഓരോ വെർട്ടെക്സിനും നമ്മളൊരു സെറ്റ് ഓഫ് കെ കളേഴ്സ് ആണ്, സെറ്റ് ഓഫ് കെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അവിടെയും കണ്ടീഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അഡ്ജസൻറ്റ് വേർട്ടിസസിന് എന്ത് ചെയ്യരുത്? ഒരേ സെറ്റ് കളേഴ്സ്, ഒരു കോമൺ കളറ് വരാൻ പാടില്ല. അതായത് രണ്ട് അഡ്ജസൻറ്റ് വേർട്ടിസസ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് അഡ്ജസൻറ്റ് വേർട്ടിസസിൽ ഒരിക്കലും ഒരു സെറ്റിലുള്ള ഒരു കളറും രണ്ടാമത്തെ സെറ്റിൽ വരാൻ പാടില്ല. ഈ ഒരു ഫോമിലുള്ള കളറിങ്ങിനെയാണ് കെ ടപ്പിൾ കളറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കെ ടപ്പിൾ കളറിങ്ങിന് മിനിമം എത്ര നമ്പർ ഓഫ് കളേഴ്സ് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ക്രൊമാറ്റിക് നമ്പർ. കെ ഓഫ് ജി ഡിനോട്ട് ചെയ്യുന്നത് കെ ടപ്പിൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫിൽ മിനിമം എത്ര കളേഴ്സ് റിക്വയർഡ് ആണെന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വെർട്ടെക്സിൽ സപ്പോസ് റെഡ് ഗ്രീൻ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു വെർട്ടെക്സിൽ ഒരിക്കലും റെഡും വരാൻ പാടില്ല, ഗ്രീനും വരാൻ പാടില്ല. നമ്മൾ ടു ടപ്പിൾ കളറിംഗ് ആണ് പറയുന്നത്. ടു ടപ്പിൾ കളറിംഗ് ആണെങ്കിൽ നമ്മൾ ഓരോ വേർട്ടെക്സിനും രണ്ട് കളേഴ്സ്, അതായത് ഒരു സെറ്റ് ഓഫ് ടു കളേഴ്സ് അസൈൻ ചെയ്യണം. സപ്പോസ് നമ്മൾ ഒരു വേർട്ടെക്സിന് റെഡും ഗ്രീനും കൊടുത്തു. ഇനി അതിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു വേർട്ടെക്സിന് റെഡും വരാൻ പാടില്ല, ഗ്രീനും വരാൻ പാടില്ല. വേറെ ഏതെങ്കിലും രണ്ട് കളേഴ്സ്, യെല്ലോ ആൻഡ് ബ്രൗൺ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്ന് യെല്ലോ കൊടുത്തിട്ട് സെക്കൻഡ് റെഡ് കൊടുക്കാൻ അങ്ങനെയും പോസിബിൾ അല്ല. ഈ സെറ്റ് ഡിഫറെൻ്റ് ആവണം എന്നല്ല മീൻ ചെയ്യുന്നത്. ഒരു സെറ്റിലെ ഒരു കളേഴ്സും സെക്കൻഡ് സെറ്റിൽ വരാൻ പാടില്ല അഡ്ജസൻസിയുടെ കേസിൽ. അഡ്ജസൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ സെയിം സെറ്റ് ഓഫ് കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് നമ്മൾ ശരിക്കും കളറിങ്ങിൽ ചെയ്ത അതേ സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്. ഡിഫറൻസ് എന്തേ ഉള്ളൂ? നമ്മൾ ഓരോ കേസിലും ഒരു കളർ അസൈൻ ചെയ്ത് കൊടുത്ത് നമുക്ക് എത്ര കളേഴ്സ്, കെ ടപ്പിൾ കളറിംഗ് ആണ്, ടു ടപ്പിൾ കളറിംഗ് ആണെങ്കിൽ 2 കളേഴ്സ്, 3 ടപ്പിൾ കളറിംഗ് ആണെങ്കിൽ 3 കളേഴ്സ് ഒരു സെറ്റ് ഓഫ് കളേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. അവിടെ നമ്മൾ KNൻ്റെ, CNൻ്റെ, അതുപോലെ KMNൻ്റെ ഒക്കെ ക്രോമാറ്റിക് നമ്പർ കണ്ടുപിടിച്ചിരുന്നു. അതിന് സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെയും വരുന്നത്. എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ജനറലൈസ്ഡ് പറയാം. നമ്മൾ ഓൾറെഡി KN ഈസ് ഈക്വൽ ടു N, അതുപോലെ ക്രോമാറ്റിക് നമ്പർ ഓഫ് CN ഈസ് ഈക്വൽ ടു 2 വെൻ N ഈസ് even, 3 വെൻ N ഈസ് odd, അതുപോലെ കംപ്ലീറ്റ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് ആണെങ്കിൽ ക്രോമാറ്റിക് നമ്പർ ഈസ് ഈക്വൽ ടു 2. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ഇക്വാലൻ്റ് ആയിട്ട് കെ ടപ്പിൾ കളറിംഗ് ആണെങ്കിൽ ഇതേ ഗ്രാഫ്സിൽ എത്ര മിനിമം കളേഴ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. Chi2 ഓഫ് നമ്മളോട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഏത് ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ആൻസർ മാത്രം എഴുതി വെക്കരുത്. ജസ്റ്റ് അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്നും അതുപോലെ കളറിങ് എങ്ങനെ വരുന്നു, ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളറിങ് എങ്ങനെ വരും എന്നുള്ളതും വരച്ചു വെക്കണം. പിന്നെ ഇവിടെ നോക്കാം. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് Chi2 ഓഫ് C4ൻ്റെ, അതുപോലെ Chi2 ഓഫ് C4, അതായത് ഇവിടെ നമ്മൾ ടു ടപ്പിൾ കളറിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കെയുടെ പ്ലേസിൽ 2 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 കളേഴ്സ് വെച്ചിട്ട് ഒരു ഗ്രാഫിനെ, C4 എന്ന് പറയുന്ന ഗ്രാഫിനെ കളർ ചെയ്യണമെങ്കിൽ മിനിമം എത്ര കളേഴ്സ് വേണം? അപ്പോൾ നമ്മൾ C4 എന്നുള്ള ഗ്രാഫ് വരയ്ക്കുകയാണ് ആദ്യം. C4 നമുക്കറിയാം, സൈക്കിൾ ഓഫ് ലെങ്ത് 4.
ഇനി ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഓരോ വെർട്ടെക്സിനും എ സെറ്റ് ഓഫ് 2 കളേഴ്സ് ആണ് അസൈൻ ചെയ്യുന്നത്. അഡ്ജസൻറ്റ് വെർട്ടീസസിന് സെയിം കളേഴ്സ് ഒരിക്കലും കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് വെർട്ടെക്സിന് നമ്മൾ കളർ കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വെർട്ടെക്സിന് നമ്മൾ റെഡും ഗ്രീനും കൊടുത്തു, ഏതെങ്കിലും 2 കളേഴ്സ് റെഡും ഗ്രീനും. അങ്ങനെയാണെങ്കിൽ ഇനി ഈ റെഡ് ഗ്രീൻ കൊടുത്ത വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സ് ആണ് ഈ വെർട്ടെക്സും അതുപോലെ ഈ ഒരു വെർട്ടെക്സും. ഈ 2 വെർട്ടെക്സിനും ഇനി നമുക്ക് റെഡും കൊടുക്കാൻ പറ്റില്ല, ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന 2 വെർട്ടെക്സിലും എഗെയിൻ നമുക്ക് 2 സെറ്റ് ഓഫ് കളേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ആ സെറ്റിൽ ഒരിക്കലും റെഡും ഗ്രീനും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ തേർഡ് വെർട്ടെക്സ്, ഈ വെർട്ടെക്സിന് നമുക്ക് റെഡും ഗ്രീനും കൊടുക്കാം. കാരണം എന്താണ്? ഈ വരച്ചിരിക്കുന്ന വെർട്ടെക്സ്, അതായത് ഈ ഒരു വെർട്ടെക്സ് എന്തല്ല, റെഡ് ഗ്രീൻ കൊടുത്തിട്ടുള്ള വെർട്ടെക്സിന് അഡ്ജസൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി യൂസ് ചെയ്ത കളേഴ്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എഗെയിൻ ഇവിടെ റെഡും ഗ്രീനും കൊടുക്കുന്നു. ഇനി നോക്കാം ബാക്കി 2 വെർട്ടീസസ്. ഈ 2 വെർട്ടീസസ് നോക്കാം, അഡ്ജസൻ്റ് അല്ല, നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വെർട്ടീസസ് ആണ്. അപ്പോൾ റെഡും ഗ്രീനും അല്ലാത്ത ഏത് കളർ വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ യെല്ലോയും ബ്രൗണും കൊടുത്തു. ഇവിടെ യെല്ലോയും ബ്രൗണും കൊടുത്തു വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇനി എന്തായാലും റെഡും ഗ്രീനും കൊടുക്കാൻ പറ്റില്ല, കാരണം റെഡും ഗ്രീനും ഈ ഒരു വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ യെല്ലോയും ബ്രൗണും എഗെയിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഈ 2 വെർട്ടീസസ് അഡ്ജസൻ്റ് അല്ല. ഇനി ഇത് നമ്മൾ ഓൾറെഡി സി എന്നിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യെല്ലോ ബ്രൗൺ, അപ്പോൾ നമുക്ക് മിനിമം കളേഴ്സ് 4 ആണ് വേണ്ടത്. അതായത് C4ന് 2 ടപ്പിൾ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 4 കളേഴ്സ് വേണം. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, യെല്ലോ, ബ്രൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ CNൽ ജനറൽ ആയിട്ട് ഗ്രാഫ് കളറിംഗ് പറഞ്ഞ അതേ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യാം. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ റെഡ് ഗ്രീൻ കൊടുത്തു. ഇനി സെക്കൻഡ് വെർട്ടെക്സിന് എന്തായാലും നമുക്ക് റെഡും ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ യെല്ലോയും ബ്രൗണും കൊടുത്തു. ഇനി തേർഡ് വെർട്ടെക്സ്, ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സൈക്ലിക്കായിട്ട് മൂവ് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എഗെയിൻ റെഡ് ഗ്രീൻ കൊടുക്കാം. ഇനി തേർഡ് വെർട്ടെക്സ്, ലാസ്റ്റ് വെർട്ടെക്സ് റെഡും ഗ്രീനിനും വരുന്ന 2 വെർട്ടീസസിന് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ യെല്ലോ ബ്രൗൺ കൊടുക്കാം. അതായത് 4 കളേഴ്സ് ഇവിടെ വരും. ഇനി ഇത് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, അതായത് n ഈവൻ വരുന്ന കേസ്, ഓക്കെ, ഓഡ് വരുന്ന കേസും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാം. CNൻ്റെ കേസ്, ഇപ്പം നമ്മൾ C4ൻ്റെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് C5ൻ്റെ ചോദിച്ചിട്ടുണ്ട്. 2 ടപ്പിൾ കളറിങ് ഓഫ് C5. എഗെയിൻ 2 ടപ്പിൾ ആണ്. ഇവിടെ 2 ടപ്പിൾ ആണെങ്കിൽ നമ്മൾ 2 കളേഴ്സ് ഒരു വെർട്ടെക്സിന് കൊടുക്കണം. ഇനി ഇവിടെ 3 ആണ് തന്നതെങ്കിൽ ഓരോ വെർട്ടെക്സിനും 3 കളർ കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 ടപ്പിൾ കളറിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ നമ്മൾ C5 എന്ന് പറയുന്ന ഗ്രാഫ് വരച്ചു. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് വെർട്ടെക്സിന് 2 കളർ കൊടുത്തു, റെഡ്, ഗ്രീന്. ഇനി നമ്മൾ ഇവിടെ വരുന്ന വെർട്ടെക്സിന് നമുക്ക് റെഡും ഗ്രീനും കൊടുക്കാൻ പറ്റില്ല, കാരണം അത് റെഡും ഗ്രീനും കൊടുത്തിട്ടുള്ള വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യെല്ലോയും ബ്രൗണും കൊടുത്തു. ഇനി തേർഡ് വെർട്ടെക്സിന് എഗെയിൻ റെഡ് ഗ്രീൻ കൊടുത്തൂടെ? കാരണം എന്താണ്? റെഡ് ഗ്രീനിന് അഡ്ജസൻ്റ് അല്ല, ഇത് യെല്ലോ ബ്രൗണിന് മാത്രമാണ് ഇപ്പോൾ കളർ ചെയ്ത വെർട്ടീസസിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെയുള്ള വെർട്ടെക്സിന് എഗെയിൻ നമുക്ക് യെല്ലോ ബ്രൗൺ കൊടുക്കാം. പക്ഷേ ഇനി ലാസ്റ്റ് വെർട്ടെക്സിന് നമുക്ക് റെഡ് ഗ്രീൻ എന്ന് പറയുന്ന സെറ്റും കൊടുക്കാൻ പറ്റില്ല, യെല്ലോ ബ്രൗൺ എന്ന് പറയുന്ന സെറ്റും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ 2 വെർട്ടീസസിനും ഇപ്പം ഇനി കളർ ചെയ്യേണ്ട വെർട്ടെക്സ് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂ സെറ്റ് ഡിഫൈൻ ചെയ്യാണ്, ബ്ലാക്കും വൈറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം എത്ര കളേഴ്സ് വേണം? 2 ടപ്പിൾ കളറിങ് പോസിബിൾ ആവണമെങ്കിൽ മിനിമം എത്ര കളേഴ്സ് വേണം? 6 കളേഴ്സ് വേണം. ദാറ്റ് ഈസ് chi2 ഓഫ് C5 ഈക്വൽ ടു 6. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? chi2 ഓഫ് C4 ഈസ് ഈക്വൽ ടു 4, chi2 ഓഫ് C5 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയാണെങ്കിൽ chi2 ഓഫ് CN ഫോർ n ഈസ് ഈവൻ. n ഈവൻ ആണെങ്കിൽ chi2 ഓഫ് CN എന്ത് വരും? നമ്മൾ ഓരോ വെർട്ടെക്സിനും 2 കളേഴ്സ് കൊടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ C1, C2, C3 അങ്ങനെ CN വരെയുള്ള കളേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് കൊടുത്തു, സേ 1, 2 എന്ന് പറയുന്ന 2 കളർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ
ഇവിടെ നമ്മൾ 3, 4 കൊടുത്തു. നമ്മൾ കളറിനെ ജസ്റ്റ് നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ, എളുപ്പത്തിന് പറഞ്ഞതാണ്. ഇവിടെയും 1, 2 എന്ന് പറയുന്ന 2 കളർ കൊടുത്തു. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ n ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് CN-1ൻ്റെ അവിടെ അഗെയിൻ 1, 2 വരും, ഇവിടെ 3, 4 വരും. ഇത് ഏത് കേസാണ്? n ഈവൻ വരുന്ന കേസ്. അല്ലെങ്കിൽ നിങ്ങൾ കളേഴ്സ് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്പേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് എളുപ്പത്തിന് നമ്പേഴ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് വെർട്ടക്സിന് റെഡും ഗ്രീനും കൊടുത്തു. ഇവിടെ നമ്മൾ ബ്ലൂവും വൈറ്റും കൊടുത്തു. ഇവിടെ അഗൈൻ നമുക്ക് റെഡും ഗ്രീനും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ n ഈവൻ ആണെങ്കിൽ CN-1 എന്ന് പറയുന്ന വെർട്ടക്സിൽ റെഡ് ഗ്രീൻ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് CNന് ബ്ലൂ വൈറ്റ് കൊടുക്കാൻ പറ്റും. അതായത് n ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 4 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഏത് സൈക്കിളും എന്ത് ചെയ്യാൻ പറ്റും? കളർ ചെയ്യാൻ പറ്റും. 2 ടപ്പിൾ കളറിങ് ഓഫ് CN ചെയ്യുന്ന സമയത്ത് n ഈവൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 4 കളേഴ്സ് മതി. അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർട്ടീസസിനൊക്കെ സെയിം സെറ്റ് ഓഫ് 2 കളേഴ്സ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 കളേഴ്സ് വേണം. അതായത് chi2 ഓഫ് CN ഈസ് ഈക്വൽ ടു 4 when n ഈസ് ഈവൻ. 4 when n ഈസ് ഈവൻ. അതുപോലെ ഇനി n ഓടാണെങ്കിൽ എന്തു പറ്റും? ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇതേപോലെ ഇവിടെ നമ്മൾ റെഡ് ഗ്രീൻ കൊടുത്തു, ഇവിടെ ബ്ലൂ വൈറ്റ് കൊടുത്തു, എഗെയിൻ ഇവിടെ റെഡ് ഗ്രീൻ കൊടുത്തു. പക്ഷെ n ഓടാണെങ്കിൽ ചെയ്തു വരുമ്പോൾ ഇവിടെ എഗെയിൻ എന്തു വരും? ബ്ലൂ വൈറ്റ് വരും. അപ്പോൾ ഇനി nth വെർട്ടക്സ് എന്ന് പറയുന്നത് അപ്പോൾ റെഡ് ഗ്രീനിനും അഡ്ജസൻ്റ് ആണ്, ബ്ലൂ വൈറ്റിനും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് സെറ്റ് ഓഫ് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സേ യെല്ലോ ആൻഡ് ബ്ലാക്ക്. അപ്പം n ഓടാണെങ്കിൽ എപ്പോഴും നമുക്ക് 2 ടപ്പിൾ കളറിങ് പോസിബിൾ ആവണമെങ്കിൽ 6 കളേഴ്സ് റിക്വയർഡ് ആണ്. ദാറ്റ് ഈസ് chi2 of CN ഈസ് ഈക്വൽ ടു 6 when n ഈസ് ഓഡ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമ്മൾ 2 ടപ്പിൾ കളറിങ് മാത്രമല്ല നമുക്കുള്ളത്. 2 എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കെക്ക് 2 കൊടുത്തു. ഇനി ജനറലൈസ്ഡ് k കളറിങ് വരികയാണെങ്കിൽ എന്ത് ഡിഫറൻസ് വരും? chi of k of CN is equal to what value when n is even and what value when n is odd. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് 2 ടപ്പിൾ കളറിങ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 4ഉം 6ഉം വരും. n ഈവൻ ആണെങ്കിൽ 4, n ഓഡ് ആണെങ്കിൽ 6. ഇതുപോലെ k ടപ്പിൾ കളറിങ് ആണെങ്കിൽ എന്ത് വരും? നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഇതുപോലെ C1, C2, C3 ഇങ്ങനെ വന്ന് CN-1 CN വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? n ഈവൻ ആണെങ്കിൽ ഇവിടെ നമ്മളൊരു k കളേഴ്സ് കൊടുക്കും, k കളേഴ്സ് വരും. ഇവിടെ വേറൊരു സെറ്റ് k കളേഴ്സ് കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള അതേ കളറ് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സെയിം സെറ്റ് ഓഫ് k കളേഴ്സ് നമുക്ക് CN-1ന് കൊടുക്കാം. ഇവിടെ നമ്മൾ സെക്കൻഡ് അസൈൻ ചെയ്തിട്ടുള്ള k സെറ്റ് ഓഫ് കളേഴ്സ് വരും. അതായത് 2 k സെറ്റ് കളേഴ്സ്, അതായത് ഇവിടെ ഒരു സെറ്റ് ഓഫ് k കളേഴ്സ് വരും. ആ കളേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു k സെറ്റ് ഓഫ് കളേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു. എഗെയിൻ C3ക്ക് ഫസ്റ്റ് എടുത്തിട്ടുള്ള സെറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സെറ്റ് കളേഴ്സാണ് വേണ്ടി വരിക. അതായത് k കളേഴ്സ് വരുന്ന 2 സെറ്റ്. അതായത് ആൾട്ടർനേറ്റീവ് വേർട്ടീസസിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുക്കുന്നത്. അപ്പം 2k കളേഴ്സാണ് വേണ്ടി വരിക. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് പറയാം. നമുക്ക് കളേഴ്സ് എടുത്തിട്ട് ചെയ്യുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ C1, C2, C3, CN-1, CN. അപ്പോൾ ഇവിടെ നമ്മൾ 1, 2 k കളേഴ്സ് അപ്ലൈ ചെയ്തു. ഇനി ആ k കളേഴ്സ് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മളിവിടെ വേറെ k കളേഴ്സ്, അതായത് മേ ബി k+1 അപ് ടു 2k വരെയുള്ള കളേഴ്സ് കൊടുത്തു. ഇവിടെ 1 to അപ് ടു k വരെ കൊടുത്തു. ഇവിടെ വേറെ k സെറ്റ് ഓഫ് കളേഴ്സ് k+1 തൊട്ടിട്ട് 2k വരെയുള്ള കളേഴ്സ് കൊടുത്തു. എഗെയിൻ നമുക്ക് ഇവിടെ 1 തൊട്ടിട്ട് k വരെയുള്ള കളേഴ്സ് കൊടുക്കാം. കാരണം C3 ഒരിക്കലും C1ന് അഡ്ജസൻ്റ് അല്ല.
ഇനി അതേപോലെ ചെയ്തു വരുമ്പോൾ CN-1 എഗെയിൻ നമുക്ക് എന്ത് വരും 1 2 എറ്റ്സെട്ര K എന്നുള്ള സെറ്റ് ഓഫ് കളേഴ്സ് അപ്ലൈ ചെയ്യാം. അപ്പം CN നെക്സ്റ്റ് ഏത് കൊടുക്കാം K+1 തൊട്ടിട്ട് 2K വരെയുള്ള കളേഴ്സ് കൊടുക്കാം. അപ്പം ഈ ഒരു 2 സെറ്റ് കളേഴ്സാണ് നമുക്ക് കളർ ചെയ്യാൻ വേണ്ടുള്ളൂ. ഇവിടെ ഒരു K സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു K സെറ്റ് ഓഫ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കളേഴ്സ് വരും 2K കളേഴ്സ് വരും. അപ്പോൾ Chi2 of Cn is equal to Chi of Cn is equal to 2K when n is even. ഇനി അങ്ങനെയാണെങ്കിൽ ഓഡ് ആണെങ്കിൽ എന്ത് വരും? ഓഡ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ C1 നമ്മൾ 1 2 എറ്റ്സെട്ര K കൊടുത്തു, C2 K+1 up to 2K കൊടുത്തു, C3 അഗൈൻ 1 2 എറ്റ്സെട്ര K കൊടുത്തു. ഇനി CN-1 വരുമ്പോൾ ഇവിടെ നമുക്ക് n ഓഡ് ആണെങ്കിൽ എഗെയിൻ വരുന്നത് K+1 up to 2K വരെയുള്ള സെറ്റ് ഓഫ് കളേഴ്സ് ആണ്. അപ്പോൾ ഇനി CN എന്ന് പറയുന്നത് ഈ 2 സെറ്റ് കളേഴ്സിനും അഡ്ജസൻ്റ് ആണ്. 1 2 എറ്റ്സെട്ര Kയ്ക്കും അഡ്ജസൻ്റ് ആണ്, K+1 2Kയ്ക്കും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഒരു തേർഡ് സെറ്റ് ഓഫ് കളേഴ്സ് അവിടെ കൊടുക്കണം, അതായത് 2K+1 up to 3K വരെയുള്ള അനദർ സെറ്റ് ഓഫ് K കളേഴ്സ്. അപ്പോൾ ഇവിടെ K എലമെൻറ്റ്സ് വരുന്ന 3 സെറ്റ് ഓഫ് കളേഴ്സ്, 3 സെറ്റ് ഓഫ് കളേഴ്സ് നമുക്ക് റിക്വയർഡ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കളേഴ്സ് വേണം? 3K കളേഴ്സ് വേണം. ദാറ്റ് ഈസ് Chi2 of Chi of Cn is equal to 3K when n is odd. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറലൈസേഷൻ വരുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇനി ഏത് ചോദിച്ചു കഴിഞ്ഞാലും Kക്ക് ഏത് വാല്യൂ വന്ന് സൈക്കിൾസിൻ്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് വെച്ചിട്ട് നിങ്ങൾ ആർഗ്യുമെൻറ്റ്സ് എഴുതണം. ഏതെങ്കിലും കുറച്ച് കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ആർഗ്യുമെൻറ്റ്സ് എഴുതണം. അതുപോലെ ജസ്റ്റ് ഒരു കളറിങ് വരച്ച് വെക്കുകയും വേണം. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. Chi K of Cn is equal to 2K when n is even and 3K when n is odd. അപ്പം നമ്മൾ K-tuple കളറിങ്ങിൽ സൈക്കിൾസിൻ്റെ ജനറലൈസേഷൻ പറഞ്ഞു, ഒരു എക്സാമ്പിളും ചെയ്തു. C4 എക്സാമ്പിൾ ചെയ്തു, C5 എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ വേണ്ട? നമുക്കിനി കംപ്ലീറ്റ് ഗ്രാഫും അതുപോലെ കംപ്ലീറ്റ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫിൻ്റെയും കേസസ് ആണ് വേണ്ടത്. കംപ്ലീറ്റ് ഗ്രാഫ് K3 2 ടപ്പിൾ കളറിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ നമുക്ക് ജനറലൈസേഷൻ ആദ്യം K3 കേസ് നോക്കുക, എന്നിട്ട് ജനറലൈസേഷൻ പറയാം. Chi2 of K3 ആണ് ചോദിച്ചിട്ടുള്ളത്. K3 വരയ്ക്കുക. K3 എങ്ങനെ വരും? ഇതാണ് നമ്മുടെ K3 എന്ന് പറയുന്ന ഗ്രാഫ്. ആക്ച്വലി K3 C3യും സെയിം ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ C3 ജനറലൈസേഷൻ വെച്ച് പറയാം. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കേസാണ് നോക്കുന്നത്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് 2 കളേഴ്സ്, ഇവിടെ നമ്മൾ റെഡ് ഗ്രീൻ കൊടുത്തു. ദെൻ നമുക്ക് ബാക്കി 2 വേർട്ടീസസിനും ഈ വെർട്ടെക്സിന് ഒരിക്കലും നമുക്ക് റെഡ് ഗ്രീൻ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അനദർ കളേഴ്സ് യെല്ലോ ബ്ലൂ കൊടുത്തു. ഇനി റെഡും ഈ ഒരു വെർട്ടെക്സിന് റെഡും ഗ്രീനും കൊടുക്കാൻ പറ്റില്ല, യെല്ലോയും ബ്ലൂവും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? 2 വേർട്ടീസസിനും ഈ തേർഡ് വെർട്ടെക്സ് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു കളറ് വൈറ്റ് ബ്ലാക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര കളേഴ്സ് നമുക്ക് വേണ്ടി വന്നു? മിനിമം 6 കളേഴ്സ് വേണം. ദാറ്റ് ഈസ് Chi2 of K3 is equal to 6. ഇനി ജനറൽ ആയിട്ട് Kn കാര്യം നോക്കുക. Kn കേസാണെങ്കിൽ നമുക്കറിയാം എല്ലാ വേർട്ടീസസും എന്താണ്? എല്ലാ വേർട്ടീസസിനോടും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ K4 നോക്കുക. ഇതാണ് K4. അപ്പോൾ നമ്മളിവിടെ റെഡ് ഗ്രീൻ കൊടുത്തു. ദെൻ നമുക്ക് ഒരു വെർട്ടെക്സിനും ഇനി നമുക്ക് റെഡ് ഗ്രീൻ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ റെഡ് ഗ്രീൻ കൊടുത്തിട്ടുള്ള വെർട്ടെക്സ് ബാക്കി എല്ലാ വേർട്ടീസസിനും എന്താണ്? അഡ്ജസൻ്റ് ആണ്, അല്ലേ? ഈ വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആണ്, ഈ വെർട്ടെക്സിന് അഡ്ജസൻ്റ് ആണ്, ഈ വെർട്ടെക്സിനും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് കളർ ബ്ലൂ യെല്ലോ കൊടുത്തു. ഇനി ബ്ലൂ യെല്ലോ ഏതെങ്കിലും വെർട്ടെക്സിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ബ്ലൂ യെല്ലോ കൊടുത്തിട്ടുള്ള വെർട്ടെക്സ് എല്ലാ വേർട്ടീസസിനും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇനി നെക്സ്റ്റ് നമുക്ക് അനദർ കളർ കൊടുക്കണം, സേ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇനി വൈറ്റും ബ്ലാക്കും എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. വൈറ്റും ബ്ലാക്കും എല്ലാ വേർട്ടീസസിനും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് വെർട്ടെക്സിന് വേറെ കളർ കൊടുക്കണം, സേ ഓറഞ്ച് ആൻഡ് റോസ്. അതായത് എത്ര കളേഴ്സ് വേണ്ടി വന്നു? 8 ഡിഫറെൻറ്റ് കളേഴ്സ് വേണ്ടി വന്നു. അപ്പോൾ K3 ആണെങ്കിൽ നമുക്ക് എത്ര കളേഴ്സ് വേണം? മിനിമം ഫോർ 2 ടപ്പിൾ കളറിങ് 6.
K4 ആണെങ്കിൽ എത്ര കളേഴ്സ് വേണം? 8. അങ്ങനെയാണെങ്കിൽ Kn ആണെങ്കിൽ എത്ര കളേഴ്സ് വേണം? എന്തുകൊണ്ടാണ്? നമുക്ക് Knൽ n വേർട്ടീസസ് ഉണ്ട്. അതിൽ ഒരു വേർട്ടക്സിനും നമുക്ക് സെയിം സെറ്റ് ഓഫ് കളേഴ്സ് അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഓരോ വേർട്ടക്സും ബാക്കി എല്ലാ വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആണ്. Kn റെപ്രസെൻ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഗ്രാഫാണ്. കംപ്ലീറ്റ് ഗ്രാഫിൽ എല്ലാ വേർട്ടീസസും എല്ലാ വേർട്ടീസസിനോടും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഒരു വേർട്ടക്സിനും സെയിം സെറ്റ് ഓഫ് 2 കളേഴ്സ് കൊടുക്കാൻ പറ്റില്ല. അതായത് n വേർട്ടീസസിനും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് 2 കളേഴ്സ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മിനിമം എത്ര കളേഴ്സ് വേണ്ടി വരും? 2n കളേഴ്സ്. ഫസ്റ്റ് വെർട്ടെക്സിന് 2 കളേഴ്സ്, സെക്കൻഡ് വെർട്ടെക്സിന് 2 കളേഴ്സ്, എല്ലാം ഡിഫറെൻറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ n വേർട്ടീസസിന് ടോട്ടലായിട്ട് നമുക്ക് മിനിമം എത്ര കളേഴ്സ് അസൈൻ ചെയ്യണം? 2n കളേഴ്സ്. ഇനി ഇതിൻ്റെ ഒന്നുകൂടി ജനറലൈസേഷൻ. ഇപ്പോൾ നമ്മൾ 2 വരുന്ന കേസാണ് പറഞ്ഞത്, 2 ടപ്പിൾ കളറിംഗ് ആണ് പറഞ്ഞത്. ഇനി ഇത് K ടപ്പിൾ കളറിംഗ് ഓഫ് Kn വന്നു കഴിഞ്ഞാലോ ഇതേപോലെ തന്നെ. ഇവിടെ എന്താണ്? ഓരോ വെർട്ടെക്സിനും എ സെറ്റ് ഓഫ് K കളേഴ്സ് ആണ് അസൈൻ ചെയ്യുന്നത്. ഒരു വെർട്ടെക്സിനും ഈ പറഞ്ഞതുപോലെ സെയിം സെറ്റ് ഓഫ് K കളേഴ്സ് അസൈൻ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് വെർട്ടെക്സിന് ഒരു K സെറ്റ് ഓഫ് കളേഴ്സ് കൊടുക്കണം, സെക്കൻഡ് വെർട്ടെക്സിന് K സെറ്റ് ഓഫ് കളേഴ്സ് കൊടുക്കണം. അങ്ങനെ എത്ര വേർട്ടീസസ് ഉണ്ട്? n വേർട്ടീസസ്. n വേർട്ടീസസിനും ഡിഫറെൻറ്റ് K സെറ്റ് ഓഫ് കളേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര കളേഴ്സ് വേണം? Kn കളേഴ്സ്. അപ്പോൾ ഇതാണ് K ടപ്പിൾ കളറിംഗ് ഓഫ് Knൻ്റെ ജനറലായിട്ട് നമുക്ക് ക്രോമാറ്റിക് നമ്പർ പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് റിമൈനിങ് ഏതാണ്? കംപ്ലീറ്റ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് KMN. ഇവിടെ നമ്മളോട് Chi3 ഓഫ് K23 ആണ് ചോദിച്ചിട്ടുള്ളത്. 2 തന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും Kയുടെ പ്ലേസിൽ വരാം. ഇവിടെ നമ്മളോട് Chi3 ഓഫ് K23 ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം K23 വരയ്ക്കുക. 2 വേർട്ടീസസ് ഇവിടെ കൊടുത്തു, ഇവിടെ 3 വേർട്ടീസസ് കൊടുത്തു. കംപ്ലീറ്റ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് പറയുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ എഡ്ജസും സെക്കൻഡ് സെറ്റിലോട്ട് പോവും. സെക്കൻഡ് വെർട്ടെക്സിൽ നിന്നും എല്ലാ എഡ്ജസും സെക്കൻഡ് സെറ്റിലെ വെർട്ടിസസിലോട്ട് പോകും. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ജനറലി KMNൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കളറാണെങ്കിൽ ഈ സെറ്റ് കളേഴ്സിന് നമ്മൾ സെയിം കളർ കൊടുക്കും, ഇവിടുത്തെ സെറ്റ് കളേഴ്സിന് സെക്കൻഡ് കളർ അസൈൻ ചെയ്യും. അപ്പോൾ Chi ഓഫ് KMN എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഒറ്റ കളർ കൊടുത്താൽ പോരാ, 2 കളർ എത്രയാണ്? ഇവിടെ 3 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 കളേഴ്സ് കൊടുക്കണം. അതായത് നമുക്ക് ഒരേ V1 എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിൽ സെയിം സെറ്റ് ഓഫ് കളേഴ്സ് കൊടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ റെഡ്, ഗ്രീന്, ബ്ലൂ കൊടുത്തു. അതേ റെഡ്, ഗ്രീൻ, ബ്ലൂ നമുക്ക് ഇവിടുത്തെ V1ലെ ഏത് വെർട്ടെക്സിനും കൊടുക്കാം. ഇവിടെ 2 വേർട്ടീസസ് ആണുള്ളത്. ഇനി 3 വേർട്ടീസസ് ഉണ്ടെങ്കിൽ ആ 3 വേർട്ടീസസിനും റെഡ്, ഗ്രീൻ, ബ്ലൂ കൊടുക്കാം. കാരണം എന്താണ്? ആ വേർട്ടീസസ് ഒരിക്കലും അഡ്ജസൻ്റ് അല്ല. V1ൽ നിന്ന് V2ലോട്ട് മാത്രമാണ് KMNൽ എഡ്ജസ് വരുന്നത്. ഇനി അതേപോലെ ഇനി ഒരിക്കലും V2ലെ ഒരു വെർട്ടെക്സിനും നമുക്ക് ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? V1ലെ എല്ലാ വേർട്ടീസസും V2ലെ എല്ലാ വേർട്ടീസസുമായിട്ട് അഡ്ജസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും റെഡ്, ഗ്രീൻ, ബ്ലൂ ഇനി താഴെ കൊടുക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും കളേഴ്സ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് കൊടുത്തു. ഇനി ഇവിടെയുള്ള ബാക്കി 3 വേർട്ടീസസിന് നമുക്ക് ഇതേ കളേഴ്സ് കൊടുക്കാം. കാരണം എന്താണ്? എഗെയിൻ V2ലെ ഒരു വേർട്ടീസസും തമ്മിൽ അഡ്ജസൻ്റ് അല്ല. അപ്പം മിനിമം നമുക്ക് എത്ര കളേഴ്സ് വേണം? 6 കളേഴ്സ് വേണം. ദാറ്റ് ഈസ് Chi3 ഓഫ് K23 ഈസ് ഈക്വൽ ടു 6. ഇനി ജനറൽ ആയിട്ട് ഉള്ള കേസസ് നോക്കാം. Chi2 ഓഫ് K23 എന്ത് വരും? Chi2 ഓഫ് K23 അപ്പോൾ എന്ത് വരും? ഇവിടെ കൊടുത്തിട്ടുള്ള V1ലെ സെറ്റ് ഓഫ് കളേഴ്സിന് നമുക്ക് 2 കളേഴ്സ് 1, 2 2 കളേഴ്സ് കൊടുക്കാം. അതേ കളർ ഇവിടെയും കൊടുക്കാം. ഇനി അതല്ലാത്ത ഏതെങ്കിലും 2 കളറ് V2ലെ വേർട്ടീസസിന് കൊടുക്കാം. 3, 4, 3, 4. അപ്പോൾ എത്ര കളേഴ്സ് വേണം? 4 കളേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് നോക്കാം. Chi2 ഓഫ് അല്ലെങ്കിൽ Chi3 ആണ് നമ്മൾ എക്സാമ്പിൾ ചെയ്തത്. Chi3 ഓഫ് KMN എന്ത് വരും? നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് V1ലെ വേർട്ടീസസിന് സെറ്റ് ഓഫ് 3 കളേഴ്സ് കൊടുക്കുക, V2ലെ സെറ്റിന് അനദർ സെറ്റ് ഓഫ് 3 കളേഴ്സ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ എത്ര കളേഴ്സ് വേണം? 6 കളേഴ്സ് വേണം. സിമിലർലി Chi2 ഓഫ് KMN ആണെങ്കിൽ
ഫസ്റ്റ് സെറ്റിന് 2 കളേഴ്സ് കൊടുക്കുക, സെക്കൻഡ് സെറ്റിന് 2 സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. ദെൻ ജനറലി കെ ഓഫ് എം എൻ ആണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് സെറ്റിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക, സെക്കൻഡ് സെറ്റിന് വേറെ ഏതെങ്കിലും ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുക. ദാറ്റ് ഈസ് കെ ഓഫ് കെ എം എൻ ഈസ് ഈക്വൽ ടു 2k എന്ന് കിട്ടും. ഇതാണ് ജനറലൈസേഷൻ ആയിട്ട് വരുന്നത്. ആ ജനറലൈസേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജനറലി k of kn is equal to kn, k of cn is equal to 2k when n is even, 3k when n is odd, k of kmn is equal to 2k. ദെൻ കുറച്ച് വാല്യൂസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് ജസ്റ്റ് ആൻസർ മാത്രം എഴുതി വയ്ക്കരുത്. നമ്മൾ എങ്ങനെയാണോ ഓരോ കേസിനും ഓരോ വട്ടക്സിനും ഓരോ കളർ അസൈൻ ചെയ്യുക, ആ എക്സാമ്പിൾ സ്പെസിഫിക് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ chi2 of C3 എന്ത് വരും? C3 n ഈവൻ ആണ്. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം വരുന്നത് 3k ആണ്, ഇവിടെ k 2 ആണ്. അപ്പോൾ 3 × 2 6 വരും. അതുപോലെ chi2 of C8 n ഓഡ് ആണ്. അപ്പോൾ നമുക്ക് കളർ വേണ്ടത് 2k ആണ്. kയുടെ വാല്യൂ 8 ആണ്. അപ്പോൾ 2 × 8 16. ഇനി അതുപോലെ നെക്സ്റ്റ് K4 chi2 of K4 നമുക്ക് വേണ്ട കളേഴ്സ് ആക്ച്വലി വേണ്ടത് kn ആണ്. ഇവിടെ k എന്ന് പറയുന്നത് 2 ആണ്, n 4 ആണ്. അപ്പോൾ 2 × 4 8. സിമിലർലി chi2 of K34 റിക്വയർഡ് കളർ ഈസ് k of kmn is 2k. Then here 2 × k. kയുടെ വാല്യൂ 2, that is equal to 4. സിമിലർലി chi3 of K5 ജനറൽ ആയിട്ട് നമുക്ക് ഉള്ളത് k of kn is equal to kn ആണ്. ഇവിടെ kയുടെ പ്ലേസിൽ 3 ആണ്, n-ൻ്റെ പ്ലേസിൽ 5 ആണ്. അപ്പോൾ 15 കളേഴ്സ് വേണം. ഇനി അതുപോലെ നെക്സ്റ്റ് chi3 of 45 അവിടെ K45 കംപ്ലീറ്റ് ഗ്രാഫാണ് ഉദ്ദേശിച്ചത്. chi3 of K45 എന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 2k ആണ്. 2 × kയുടെ പ്ലേസിൽ 3 6. നെക്സ്റ്റ് chi3 of C9 ദാറ്റ് ഈസ് 3k, kയുടെ പ്ലേസിൽ 3, ദാറ്റ് ഈസ് 3 × 3 9. chi3 of C6 2k കളേഴ്സ്, kയുടെ പ്ലേസിൽ 3, ദാറ്റ് ഈസ് 2 × 3 6. അപ്പോൾ നമുക്ക് വാല്യൂസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഗ്രാഫ് കളറിങ്ങിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കളറിങ് വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് കളറിങ്ങിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്രോമാറ്റിക് ഏതെങ്കിലും ഗ്രാഫ് തന്നിട്ട് മിനിമം കളേഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ക്രോമാറ്റിക് നമ്പർ എത്രയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ജനറലൈസ് ആയിട്ട് kn-ൻ്റെ ക്രോമാറ്റിക് നമ്പർ എത്രയാണ്, cn-ൻ്റെ ക്രോമാറ്റിക് നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ഇതുപോലെ ടപ്പിൾ കളറിങ്ങിൽ ക്രോമാറ്റിക് ഗ്രാഫ് ഏതെങ്കിലും cn-ഓ kn-ഓ അല്ലെങ്കിൽ kmn-ഓ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ എക്സാമിന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രീസ് ആണ്. ഇനി കളറിങ് എന്നുള്ള പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്ക് ട്രീസ്. ഓക്കെ, താങ്ക് യു.